ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും തയ്യാറാണ്. ശ്രീകാന്ത്, ഇനിയും കേവലം 1 മണിക്കൂറില്ല. ഇപ്പോൾ 10:06 സമയം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു. മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. അല്പസമയം മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് എത്തിച്ചേർന്നു. ഇനി മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ കാണാം. ഇപ്പോൾ രാഷ്ട്രപതിയെ കണ്ടതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിയെ കണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി അടക്കം വാങ്ങി. ഇനി 11 മണിക്ക്, ഇപ്പോൾ 10:06 സമയം, 11 മണിക്ക് കൃത്യമായി ആ സമയത്ത് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9ാമത്തെ ബജറ്റ് അവതരണമാണിത്. ഇത് 2ാം തവണയാണ് ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത്. 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സമാനമായ രീതിയിൽ ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരണം നടന്നിരുന്നു. നേരത്തെ ഈ കൂടുതൽ സമയമെടുത്ത് ഈ ബജറ്റ് അവതരണം നടത്തുന്നതിൽ നിർമ്മല സീതാരാമൻ മുൻപ് തന്നെ റെക്കോർഡിട്ടിരുന്നു. ഇന്ന് എത്ര സമയം നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം നീണ്ടു നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ചേർത്ത് പറയാനുള്ളത് കേരളവുമായി ബന്ധപ്പെട്ടാണ്. കേരളം 27 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു കത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയിട്ടുണ്ട്. അതിൽ എയിംസ് ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം അതിവേഗ റെയിൽപാത ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരനുമായി അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശവും നൽകിയതാണ്. അതിന്റെ പഠനം നടത്താൻ നിർദ്ദേശം നൽകിയതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതൊക്കെ തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്ന് കരുതുന്നു. എയിംസിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കം ഉള്ള വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് അത് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരസ്യമായി അത് തുറന്നു പറയേണ്ടിയും വന്നിരുന്നു. ഈ ഭൂമി ഏറ്റെടുക്കലുമായുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചുകളിയെ പറ്റി രാഷ്ട്രപതി ദ്രൗപദി മുർമു മധുരം നൽകി ആണ്. അത് ഒരു ഔപചാരിക ഒരു ചടങ്ങാണ്. അത് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ചടങ്ങാണ്. ബജറ്റ് അവതരണത്തിന് പോകുന്നതിന് മുമ്പ് ധനമന്ത്രിക്ക് രാഷ്ട്രപതി മധുരം നൽകി ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി അനുമതി നൽകി യാത്രയാക്കുന്നതാണ്. ഇനി 11 മണിക്കാണ് ബജറ്റ് അവതരണം. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പൊതുകടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. തൊഴിലില്ലായ്മ എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് എന്ത് നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി നേരത്തെ തന്നെ സർക്കാർ നൽകിയതാണ്. ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നത് മുതൽ വിള ഇൻഷുറൻസ് അടക്കം കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ട്. റോസ്കാർ യോജനകൾ, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് റോസ്കാർ യോജനകൾ നടത്തി അത് പ്രഖ്യാപിക്കുന്ന പല ചടങ്ങുകളും തുടർച്ചയായി രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. പൊതുകടം ഗണ്യമായി കുറയ്ക്കുന്നതിനാവശ്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ടതാണ്. ആ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട ആ കരാറിന്റെ ഫലം നമ്മൾ കൊയ്യാൻ പോകുന്നത് 2027 മുതലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടിയുള്ള ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള നടപടിയിലേക്ക് രാജ്യം കടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സമഗ്രമായ പദ്ധതി അത് ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റ് കോംപ്ലക്സിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് ഇനി കടക്കാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്ന ഇത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കലിന് ബജറ്റ് അലോക്കേഷൻ ഉണ്ടാകും. അത് വിപണി ഇടപെടൽ, നേരിട്ടുള്ള പല ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒപ്പം ഈ പ്രതിരോധ മേഖലയിൽ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമാണ്. ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കുന്നതിന് വേണ്ടി തുർക്കിയും സൗദിയും പാകിസ്ഥാനും ഒക്കെ ശ്രമം നടത്തുന്ന ഒരു ഘട്ടത്തിൽ ചൈനയിൽ നിന്നുള്ള ഭീഷണി നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണി പുതുതായി ഉയർന്നു വരുന്ന ഒരു ഘടകം കൂടിയുണ്ട്. അങ്ങനെ 3 മേഖലകളിലും ഇന്ത്യക്ക് അതിർത്തിയിൽ ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ പ്രതിരോധ ബജറ്റ് ഉയർത്താതെ യാതൊരു തരവുമില്ല.
എന്തായിരിക്കും നീക്കിവെക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. പക്ഷേ കൂടുതലും എനിക്ക് കുറേ അധികം നാളുകളായുള്ള വാർത്തകൾ പിന്തുടരുമ്പോൾ മനസ്സിലാകുന്നത് ഇൻഡിജീനിയസ് ആയുള്ള കാര്യങ്ങൾ ഗവേഷണത്തിനും അതോടൊപ്പം ഉൽപാദനത്തിനും ഒക്കെ ആയിരിക്കും പ്രാധാന്യം നൽകാൻ പോകുന്നത്. ഈ ഡ്രോണുകളുടെ നിർമ്മാണം അതോടൊപ്പം തന്നെ അത് ഗവേഷണം വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം നീക്കിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡ്രോൺ യുദ്ധം വ്യോമമാർഗമുള്ള യുദ്ധത്തിന് വലിയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. അത് പഴയ രീതിയിലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. AI അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ അത് പ്രധാനമന്ത്രിയുടെ വിഷനാണ്. പ്രൈം മിനിസ്റ്ററുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന് കീഴിലാണ് അതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അത് സംബന്ധിച്ച് ബജറ്റ് അലോക്കേഷൻ നിർബന്ധമായും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ സമഗ്രമായ രീതിയിൽ ഇടപെടൽ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, ഏറെ പ്രത്യേകതകളുള്ള ഒരു ബജറ്റ് അവതരണമാണ് വരാനിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ധനമന്ത്രിയുടെ തുടരെയുള്ള 9ാമത്തെ ബജറ്റാണ്. അങ്ങനെ തീർച്ചയായിട്ടും തുടരെയുള്ള ധനമന്ത്രിയുടെ 9ാമത്തെ ബജറ്റാണ്. ഈ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കുറിച്ച് പറയുമ്പോൾ നാരീശക്തി എന്ന പ്രയോഗം അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ചേരുന്ന ഒരു വ്യക്തി എന്ന് പറയാം. നിർമ്മലാ സീതാരാമനെ കുറിച്ച് ലേഡി സൂപ്പർ സ്റ്റാർ, പൊളിറ്റിക്സിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആര് എന്ന് ചോദിച്ചാൽ അത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ എന്ന് പറയാം. കാരണം അവർ കടന്നു വന്ന വഴികളെല്ലാം അഗ്നിപരീക്ഷയുടേതാണ്. അതായത് ഈ ധനമന്ത്രി ആയതിനു ശേഷം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യം അത്രയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. കോവിഡ് അടക്കമുള്ള സാഹചര്യത്തിലൂടെ ഈ രാജ്യത്തിന്റെ പൾസ് അവരുടെ കയ്യിലായിരുന്നു. ഈ രാജ്യത്തെ നയിക്കുമ്പോൾ അത് നമ്മൾ തകർന്നടിയാതെ ഫലപ്രദമായി അത് സൂക്ഷിക്കുന്നതിന് അവർക്ക് സാധിച്ചു. അത് അസാമാന്യമായ പ്രകടനം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അമേരിക്ക പോലെയുള്ള ഒരു ലോക കുത്തക നമ്മളെ ടാക്സ് കൊണ്ട് താരിഫ് കൊണ്ട് നമ്മളെ ഞെരിച്ചമർത്തുമ്പോൾ അതിനെ മറികടക്കാൻ ഈ രാജ്യം ഇച്ഛാശക്തി കാട്ടുമ്പോൾ ഈ പൾസിലേക്കൊന്ന് നോക്കേണ്ടി വരും. ആ ഭാഗം ഭദ്രമായി സൂക്ഷിക്കുന്നതിന് സാധിച്ച ധനമന്ത്രി എന്ന രീതിയിൽ അവരെ ശ്ലാഘിക്കാതിരിക്കാനാകില്ല. പ്രതിരോധ മന്ത്രിയായി പ്രവർത്തിച്ചും ഈ നരേന്ദ്രമോദി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായി പ്രവർത്തിച്ചും തന്റെ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് അവർ. സ്വാഭാവികമായും ലേഡി സൂപ്പർ സ്റ്റാർ പൊളിറ്റിക്സിലെ എന്തുകൊണ്ടും ചേരുന്ന വ്യക്തിയാണ് നിർമ്മലാ സീതാരാമൻ. നാരീശക്തിയുടെ ഉത്തമ ഉദാഹരണം. ഏതൊക്കെ തരത്തിൽ ഫെമിനിസത്തെ വാഴ്ത്തിപ്പാടിയാലും ഇതിനപ്പുറത്തേക്ക് ഒരു ഫെമിനിസത്തിന് ഉദാഹരണം വെക്കാനില്ല എന്ന് തന്നെ പറയാം ഈ രാജ്യ തലസ്ഥാനത്ത്, ഈ രാജ്യത്ത് എന്ന് പറയാം. മറ്റൊന്ന് ഈ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഇത് 2ാം തവണയാണ് കൃഷ്ണരാജ് കടന്നു വരുന്നത്. അതായത് 99-ൽ ഞാൻ നേരത്തെ പറഞ്ഞു വാജ്പേയി സർക്കാരിന്റെ കാലത്തും ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് അങ്ങനെ കടന്നു വരുന്നത്. ഫെബ്രുവരി 1 അത് ഞായറാഴ്ചയായി മാറ്റേണ്ടതില്ല എന്ന സർക്കാരിന്റെ തീരുമാനമാണ്. അത് ബജറ്റ് പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യ വികസനം കൃഷ്ണരാജ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് നാഗ്പൂരിലെ അതികായൻ ഈ പാലങ്ങൾ പണിയുന്നതിൽ മാത്രം ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന മന്ത്രി അത് നിതിൻ ഗഡ്കരിയാണ്. ഈ റോഡ് വികസനം, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ ഇതൊക്കെ തന്നെ പണ്ട് നാഗ്പൂരിൽ അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്ന സമയത്ത്, മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്ന സമയത്ത് അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള റോഡ് ഗതാഗത പരിഷ്കാരങ്ങൾ അതോടൊപ്പം അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് രാജ്യത്തുടനീളം അദ്ദേഹം നടപ്പാക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ വഴിയോരങ്ങളിൽ കേരളത്തിൽ ഫ്ലെക്സുകൾ കാണാറുണ്ട്. പഞ്ചായത്ത് മെമ്പർ മുതൽ അവിടുത്തെ MLA മുതൽ മന്ത്രിമാരടക്കം അവിടുത്തെ റോഡുകളുടെ ദേശീയപാതക്കരികിൽ ബോർഡ് വെച്ച് പഞ്ചായത്ത് മെമ്പർ വരെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് ഈ അടിസ്ഥാന സൗകര്യ വികസനം മുഴുവൻ നമ്മൾ കണ്ടത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിലാണ്. അത് നിതിൻ ഗഡ്കരിക്ക് കീഴിലാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ ഒരു കാലത്ത് നമ്മൾക്കറിയാം, റെയിൽവേ സ്റ്റേഷനുകളിൽ മൂക്കുപൊത്താതെ കയറാൻ സാധിക്കാത്ത കാലമുണ്ടായിരുന്നു. തകരപ്പാട്ട കൊണ്ട് പണിതിറക്കിയ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്ന റെയിൽവേ പാളങ്ങളിലൂടെ ഇപ്പോൾ ചീറിപ്പായുന്നത് അമൃത് ഭാരത് എക്സ്പ്രസുകളും വന്ദേ ഭാരതും ഒക്കെയാണ്. ഈ ബജറ്റ് അലോക്കേഷനിലല്ലാതെ അതൊരു വലിയ കാര്യമാണ്. ശ്രീകാന്ത്, ഞാൻ ശ്രീകാന്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം.